എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീഡിഷ് സ്റ്റൈലിലുള്ളൊരു സോസേജ് കറിയുമായിട്ടാണ്. കുട്ടികളുടെ പ്രീ സ്കൂളിലും സ്കൂളിലും ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ഇന്ത്യൻ ടച്ച് വരുന്ന പോലത്തെ ഒരു നമ്മുടെ ബട്ടർ ചിക്കനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീഡിഷ് സോസേജാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ സോസേജാണ്. ഇതുപോലെ തന്നെ ബീഫിലും പോർക്കിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കുറച്ച് വണ്ണമുള്ള ടൈപ്പ് സോസേജാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ അത് മാറ്റിയതിന് ശേഷം ആദ്യം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി അടുക്കി വെച്ചിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കഴിച്ചിട്ടുള്ള കറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. ഇതേ സ്റ്റൈലിൽ തന്നെ ബീൻസ്, അതായത് നമ്മൾ പയർവർഗ്ഗങ്ങൾ വെച്ചിട്ടും ഇവിടെ കറി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. മുത്തിനെ ആദ്യം പ്രീ സ്കൂളിൽ വിട്ട സമയത്ത് ഞാൻ അവളുടെ കൂടെ ഒരു 1-2 മാസം ഞാനും കൂടെ പോകുമായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാക്കാറുള്ളൊരു കറിയാണ്. അതേ ടേസ്റ്റിൽ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്വീഡിഷ് സോസേജ് കറിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ബട്ടറാണ്. ഇത് ലിക്വിഡ് ബട്ടറാണ്. ബട്ടറും റാപ്സോൾജ എന്ന് പറഞ്ഞ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. മുഴുവനുള്ള ബട്ടർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണിത്. ബട്ടർ ഒന്ന് ഉരുകി വന്നപ്പോഴത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് മിൻസ് ചെയ്താണ് വളരെ പൊടിയായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സവാള ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിൽ ചേർക്കുന്നത് വൈറ്റ് ഓണിയനാണ്. വൈറ്റ് ഓണിയൻ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, യെല്ലോ ഓണിയൻ എന്നാണ് ഈ ഓണിയൻ്റെ പേര്. വൈറ്റ് ഓണിയൻ വേറെ ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളി ഏത് കറിക്ക് വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം പല ടൈപ്പ് ഓഫ് ഉള്ളികളുണ്ട്. അപ്പോൾ അത് ഏതിനൊക്കെ എടുക്കാം എന്നുള്ളതും നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തന്നെയാണ്. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് ഈ സോസേജ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ ഈ സോസേജ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഉള്ളിയുടെ കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് സമയം എടുക്കും ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസേജും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റായി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ട്യൂബിൽ വാങ്ങിക്കാൻ കിട്ടിയ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ല കളറും ഒക്കെ കിട്ടും. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്താലും മതി. അപ്പോൾ ഇതുപോലൊരു പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. നമ്മളിവിടെ 200 മില്ലി ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീമാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഫ്രഷ് ക്രീമിനൊപ്പം തന്നെ ഒരു 100 മില്ലി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം എന്ന് പറയുന്ന അളവ് നമ്മുടെ ക്രീമിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടിരിക്കും. നമ്മളിവിടെ നല്ല കട്ടിയിലുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ലൂസായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ ക്രീം നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ക്രീം നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിലെടുത്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടൂ. നമ്മൾ എടുത്തിരിക്കുന്ന സോസേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 ഗ്രാം വരുന്നൊരു സോസേജാണ്. അത്രയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു ചിക്കൻ ക്യൂബാണ്. ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് കാണും, അതുപോലെ സോസേജിലും ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഏറ്റവും അവസാനം മാത്രം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചിക്കൻ സോസേജും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമേ ആ സ്റ്റോക്കൊക്കെ നന്നായിട്ട് അതിലേക്ക് വരികയുള്ളൂ. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ഒക്കെ ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഹെർബ്സ് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അത് ചേർത്താലും മതി. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ടൊമാറ്റോ പേസ്റ്റും ക്രീമിനും ഒക്കെ പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ ബട്ടർ ചിക്കൻ ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തൈം ലീവ്സാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ, ഉള്ളവർ മാത്രം ചേർത്താൽ മതി. കുറച്ചൊന്ന് അതിലേക്ക് നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ മല്ലിയിലയും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും തന്നെ വേണ്ട. ചൂട് വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി എന്ന് പറഞ്ഞ സാധനമേ ചേർത്തിട്ടില്ല. പകരം എരിവിനായിട്ട് കുരുമുളകാണ് എടുക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ എരിവ് ഒട്ടും തന്നെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ അവസാനം ഇതിലേക്ക് പാപ്രിക്കയാണ് ചേർക്കുന്നത്. പാപ്രിക്ക എന്ന് പറയുന്നത് ചുവന്ന ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചതാണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് ഒട്ടും തന്നെ എരിവില്ലാത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും എടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിവിടെ കിഡ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ വൈറ്റ് റൈസിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ കഴിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് സോസേജ് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അവസാനം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ്റെ വേറൊരു വേർഷനാണിത്. അപ്പോൾ ബട്ടർ ചിക്കനിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും അണ്ടിപ്പരിപ്പും ഒക്കെ വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റും ക്രീമും ചേർത്തു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു സ്വീഡിഷ് റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് സ്വീഡിഷ് റെസിപ്പികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്വീഡിഷ് റെസിപ്പീസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി സ്വീഡിഷ് മീറ്റ് ബോൾസും മാഷ് പൊട്ടറ്റോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. കൂടുതൽ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്